എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ വാനോ കിൻഡം കാണിക്കുകയാണ്. അവിടെ ജനങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഇത്രയും കാലവും അവർക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം അത് ആഘോഷിക്കുകയാണ്. ഫ്രഷ് വെജിറ്റബിൾസ്, ധാന്യങ്ങൾ, ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, അങ്ങനെ എല്ലാം തന്നെ അവർ വേണ്ടുവോളം വാങ്ങി കഴിക്കുകയാണ്. സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാം, ബിസിനസ് നടത്താം, എവിടെ വേണമെങ്കിലും പോവാം. അവരുടെ ഹാപ്പി ലൈഫ് അതിപ്പോൾ പൂർണ്ണമായിട്ട് അവരുടെ കയ്യിൽ ഭദ്രമാണ്. കുട്ടികളെല്ലാവരും ഉടുപ്പുകളൊക്കെ ഇട്ട് അവിടെ അങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഓടന്റെ കാസ്റ്റിലുണ്ടായിരുന്ന ആ ഭാഗം കാണിക്കുകയാണ്. ആക്ച്വലി ഓടൻ അവിടെ ഡൈമിയോ ആയതിനു ശേഷം അവൻ ആദ്യമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അവിടെയുള്ള ജനങ്ങളുടെ സഹായത്താൽ കിട്ടിയതാണ് ആ ഒരു വലിയ കോട്ട. ഉച്ചയും കൈഡോയും ചേർന്ന് ആ ഒരു വലിയ മാൻഷൻ തീയിട്ട് നശിപ്പിച്ചു കഴിഞ്ഞു. തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞിരുന്നു. അവിടെയായിരുന്നു അതിനുശേഷം ഓടന്റെ റീറ്റൈനേഴ്സിന്റെയും ഓടന്റെയും ടൊക്കിയുടെയും ഒക്കെ തന്നെ കല്ലറകൾ സ്ഥാപിച്ചിരുന്നത്. പക്ഷെ ലാസ്റ്റ് ടൈം കൈഡോടെ ആ ബ്ലാസ്റ്റ് ബ്രീത്ത് അറ്റാക്ക്, അതില് ആ ഒരു കോട്ടയുണ്ടായിരുന്ന ഭാഗം അത് മുഴുവനായിട്ടും തകർന്നു പോയി. നമ്മുടെ ആൾക്കാരെ തകർത്തില്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് അവനത് ചെയ്തത്. പക്ഷെ നമ്മുടെ ആൾക്കാർക്കൊന്നും സംഭവിച്ചില്ല. പക്ഷെ എന്താ, ആ ഒരു സ്ഥലം മുഴുവൻ തരിപ്പണമായി. അപ്പൊ ദൂരത്തായി ആ ലൂഫി, അവനാണെങ്കിൽ ഓടനെ കുറിച്ച് ആലോചിച്ച് ആ സ്ഥലത്തേക്ക് തന്നെ നോക്കി നിൽക്കും. ആ പഴയ കാസ്റ്റിലും അവിടുത്തെ കല്ലറകളും എല്ലാം ഒരു സെക്കൻഡ് അവന്റെ മനസ്സിലേക്ക് വരും. അവനങ്ങനെ ഓടനെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഓടന്റെ റീറ്റൈനേഴ്സ് അവരവിടേക്ക് വരിക. ലൂഫിക്കാണെങ്കിൽ അവരെ കണ്ട് ഭയങ്കര സന്തോഷം. ഇതിന് ഇപ്പൊ ഇവിടേക്ക് വന്നു. അതിനവര് പറയും, നമ്മുടെ വാനോ കിൻഡം അത് തിരികെ പിടിച്ച സന്തോഷം അത് ഓടനുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഓടൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. സോ അവന്റെ സാന്നിധ്യം അതിവിടെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷവും സമാധാനവും അത് അവനെ അറിയിക്കാനും നമ്മുടെ വിജയത്തിന്റെ കാരണക്കാരൻ അത് നീയാണെന്ന് പറയാനുമാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അതിരിക്കട്ടെ ലൂഫി, നീ എന്തിനാ ഇവിടേക്ക് എത്തിയേ? അതിന് ലൂഫി പറയും, നിങ്ങൾ എന്തിനു വന്നോ അതിനുവേണ്ടി തന്നെയാണ് ഞാനും ഇവിടേക്ക് വന്നത്. അത് കേട്ട് അവർക്ക് ഭയങ്കര സന്തോഷം. എന്താ, അവരുടെ ടീമിലുണ്ടായിരുന്ന 2 പേര് അവര് മരണപ്പെട്ടു. ഈഷോയും അഷുറ ടോജിയും അവർ 2 പേരും ആ വലിയ വാറിൽ ഇല്ലാതായി. തീർച്ചയായിട്ടും ആഫ്റ്റർ ലൈഫിൽ ഓടൻ ഉണ്ടാക്കുന്ന രുചികരമായിട്ടുള്ള ഭക്ഷണം അതൊക്കെ കഴിച്ച് ഈഷോയും അഷുറ ടോജിയും അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടാവും. ലൂഫി ആണെങ്കിൽ അവരോട് യാത്ര പറയാണ്. എന്റെ ടീംമേറ്റ്സ് കപ്പലിലേക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകും. അതിനവര് പറയും, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോവാം. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. ലൂഫി ആണെങ്കിൽ അത് കേട്ട് കൈ നീട്ടും. അയ്യോ ഇല്ല, നന്ദിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മളെല്ലാവരും തിക് ഫ്രണ്ട്സ് ആണ്. എന്റെ ടീംമേറ്റ്സ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിങ്ങൾ എല്ലാവരും. സോ നമുക്കിടയിൽ ഇത്തരത്തിലുള്ള ഔപചാരികതയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. ഇവിടെ ക്യാരറ്റിനാണെങ്കിൽ അവരുടെ വേർപാട് അത് സഹിക്കാനാവില്ല. അവൾ ഓടി വന്ന് ഇപ്പോ ലൂഫിയെ ഹഗ് ചെയ്യും. എനിക്ക് നിങ്ങളെ വിട്ടുപിരിയാനായിട്ട് കഴിയുന്നില്ല. ഈ വാനോ കിൻഡത്തിൽ നിന്ന് മാത്രമല്ല ഞാനും കടന്നു പോവാണ്. സോ ഐലാൻഡിന്റെ അടുത്ത ഭരണാധികാരി അത് ഞാനാണ്. എനിക്ക് നന്നായിട്ട് സോ ഐലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയും. അതിന് നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് ചോപ്പറിന്റെ അസിസ്റ്റൻസ് ആയിരുന്ന ആ ഡോക്ടേഴ്സ് അവരാണെങ്കിൽ പൂർവ്വമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ടൈമിനെ കുറിച്ച് പറയാണ്. സത്യത്തിൽ ഇതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞു. ഇവിടെ നാമി അവളാണെങ്കിൽ ക്യാരറ്റിനോട് പറയും, ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയം നീ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പുറമായിട്ട് ഒരുപാട് വെല്ലുവിളികളും നിനക്ക് നേരിടേണ്ടി വന്നു. ഞങ്ങളോടൊപ്പം വന്നത്, ബിഗ് മോമിന്റെ ഐലാൻഡിലേക്ക് എത്തിയത്, അവിടെ വെച്ച് ഫൈറ്റ് ചെയ്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ചില നിർണായക നിമിഷങ്ങളിൽ എന്റെ ജീവൻ പോലും പണയപ്പെടുത്തി ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഫൈറ്റ് ചെയ്തു. അതിലാണ് ഞങ്ങളെ ശരിക്കും ഇംപ്രസ് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞ് നാമിയും അവളെ ഹഗ് ചെയ്ത് നിൽക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത സോറോ അവനാണെങ്കിൽ പെട്രോയുടെയും ചെരിക്കുട്ടന്റെയും കല്ലറയുടെ അരികിലേക്ക് വരും. അതിനുശേഷം കുറച്ച് ഡ്രിങ്ക്സ് അവൻ അടിച്ച് ബാക്കി ഡ്രിങ്ക്സ് അവരുടെ കല്ലറയിലേക്ക് ഒഴിക്കുകയാണ്. തിരിപ്പെണ്ണാണെങ്കിൽ അവിടേക്ക് വന്ന് നീ എന്താ ചെയ്യണമെന്ന് ചോദിക്കും. അതിനവൻ പറയും, ഇവർ 2 പേരും എന്റെ നല്ല ഫ്രണ്ട്സ് ആണ്. സോ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വെള്ളം അടിക്കുകയാണെന്ന് പറയും. അതിന് ചിരിപ്പെണ്ണാണെങ്കിൽ അവന് ബോട്ടിലുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഒഴിച്ചു കൊടുക്കും. വിശ്വസുന്ദരി അവിടേക്ക് വന്ന് സോറോയോടും അവളുടെ പപ്പ ഉപയോഗിച്ചിരുന്ന ആ എൻമാ സ്ക്വാഡിനോടും യാത്ര പറയാണ്. അതിനുശേഷം ദയനീയമായിട്ട് ആ സ്ക്വാഡിലേക്ക് നോക്കും. സോറോ ആണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും സ്ക്വാഡ് ഞാൻ തിരികെ തരില്ല. അത് കേട്ട് അവൾ ചിരിക്കും. ആക്ച്വലി ആ ഒരു സ്ക്വാഡ് അത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് കൈഡോയുമായിട്ട് അവന് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. സോറോ ആണെങ്കിൽ ആ ഒരു സ്ക്വാഡ് കയ്യിലെടുക്കും. ആക്ച്വലി അത് ഓടന് ഉണ്ടായിട്ടുള്ള ഒരു സ്ക്വാഡാണ്. അതുകൊണ്ടാണ് സോറോയ്ക്ക് 100% അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ അവൻ തീർത്തു പറയും, ഇന്നല്ലെങ്കിൽ നാളെ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് എന്റെ ഫുൾ എഫേർട്ട് ഇട്ട് ഞാനിതിനെ ടേം ചെയ്തെടുക്കും. പിന്നീട് ഈ ഒരു എൻമാ സ്ക്വാഡ് അത് എന്റേത് മാത്രമായിരിക്കും.
ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആണിമൂക്കൻ കാർപ്പൻറ്റർ ആളാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ കപ്പൽ അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. ഫ്രാങ്കിയാണ് കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാനായിട്ട് ആൾ അവിടേക്ക് വിളിച്ചത്. പക്ഷെ ആളുടെ ഒരു ഹെൽപ്പ് പോലും ഇല്ലാതെ ഫ്രാങ്കി ആണെങ്കിൽ എല്ലാ കപ്പലുകളുടെയും ഡാമേജസ് ക്ലിയർ ചെയ്ത് അടിപൊളിയാക്കി. പെൻഡർ അപ്പൂപ്പനാണെങ്കിൽ അതിൽ കുറച്ച് ദേഷ്യമൊക്കെ തോന്നും. അൺബിലീവബിൾ, നീ എന്നെ വെറുതെ ഇവിടേക്ക് വിളിച്ചു വരുത്തി, ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നീ ഒറ്റയ്ക്ക് ചെയ്തു, ഒരു മാറ്റവും ഇല്ലാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മൊത്തത്തില് ആളങ്ങനെ കടന്നു പോവാണ്. ജിംബയാണെങ്കിൽ ഫ്രാങ്കി അഭിനന്ദിക്കും. സത്യത്തില് ലൂഫി അവന്റെ ടീംമേറ്റ്സിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ ആയിട്ടാണ്. വളരെ സ്മാർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരെയാണ് ബുദ്ധിപരമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഫ്രാങ്കിക്കും ഭയങ്കര സന്തോഷം. അപ്പാപ്പനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഫ്രാങ്കിയെ നോക്കി കൈ വീശി കാണിക്കും. അതിൽ നെഞ്ചു തകർന്ന് നമ്മുടെ കുഞ്ഞു മനസ്സുള്ള ഫ്രാങ്കി അവനും ടാറ്റ കൊടുക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഫ്ലവർ ക്യാപിറ്റലിൽ ഉസോപ്പാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസൈനറിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ആളാണെങ്കിൽ ഒരു കളർ കാണിച്ചു കൊടുത്ത് ഉസോപ്പിനോട് പറയും, ഈ കളർ നിനക്ക് ബെസ്റ്റ് ആണ്, ഇതിൽ തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് പറയും. അവനാണെങ്കിൽ ഒരു സെക്കൻഡ് അത് ഇമാജിൻ ചെയ്ത് നോക്കും. എല്ലാവരും ആ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ഉസോപ്പിനെ കണ്ണു വെക്കുന്നതായിട്ടും അവനെ കമന്റ് പറയുന്നതായിട്ടൊക്കെ അല്പനേരം അത് ഇമാജിൻ ചെയ്തിട്ട് ആ ടൈലറിനോട് പറയും, ഈ കളർ വേണ്ട. അടുത്തതായിട്ട് ടൈലർ ആണെങ്കിൽ റെഡ് കളർ കാണിച്ചു കൊടുക്കും. അവൻ ആ ഒരു കളറിൽ ഡ്രസ്സ് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും ഇമാജിൻ ചെയ്ത് നോക്കും. അപ്പോഴും ചുറ്റുമുള്ളവരെല്ലാവരും അവനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഉസോപ്പാണെങ്കിൽ അപ്പോഴും ആ ടൈലറിനോട് പറയും, എനിക്ക് ഈ കളറും ആവശ്യമില്ല, എനിക്ക് പ്ലെയിൻ ആയിട്ട് ബ്ലാക്ക് കളറിൽ ഒരു ഡ്രസ്സ് വേണമെന്ന് പറയും. അത് കേട്ട് ഡിസൈനറിന് ഭയങ്കര കൺഫ്യൂഷൻ. അവനാണെങ്കിൽ ചെവിയിൽ എന്തോ സീക്രട്ട് ആയിട്ട് പറയും. ഡിസൈനർ ആണെങ്കിൽ ഒന്ന് ഷോക്കാവും. ഓക്കെ, കുഴപ്പമില്ല, തീർച്ചയായിട്ടും അത് അടിപൊളിയായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് തരുമെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ സാഞ്ചി ആണെങ്കിൽ എന്റെ പഴയ സ്റ്റാള് അത് ഓപ്പൺ ചെയ്ത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് നൂഡിൽസ് കൊടുക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ചുന്ദരിപ്പെണ്ണ് സാഞ്ചി രക്ഷിച്ച ആ ഒരു പെൺകുട്ടി അവൾ അവിടേക്ക് കടന്നു വരിക. സാഞ്ചിയാണെങ്കിൽ കാഷ്വലായിട്ട് ഹാപ്പി ആയിട്ട് അവളോട് സംസാരിക്കും. അവൾ സാഞ്ചിയോട് പറയും, ലാസ്റ്റ് ടൈം നിങ്ങളാണ് എന്നെ സേവ് ചെയ്തത്, എനിക്ക് പ്രോപ്പറായിട്ട് ഒരു താങ്ക്സ് പോലും ആ സമയത്ത് പറയാനായിട്ട് കഴിഞ്ഞില്ല, നിങ്ങൾ ഇവിടെ വിട്ടു പോയാൽ തിരികെ വരില്ലേന്ന് ചോദിക്കും. അതിന് സാഞ്ചി പറയും, തീർച്ചയായിട്ടും ഞാൻ തിരികെ വരും. കട്ട് ചെയ്ത ആ കുറി വില്ലേജ് കാണിക്കും. അവിടെയാണെങ്കിൽ ജോലികളെല്ലാം വേറെ ലെവലിൽ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിന്റെ വൈഫാണെങ്കിൽ അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് റെഡ് ബീൻ സൂപ്പും ആഹാരമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. ലൂഫിയും വയലറ്റ് പെണ്ണും അവരവിടേക്ക് വന്ന് ആ റെഡ് ബീൻ സൂപ്പ് അത് കുടിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും അത് ഒരുപാട് ഇഷ്ടമാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇപ്പോ ഒരല്പസമയം പ്രാർത്ഥിച്ച് ആസ്വദിച്ച് അത് കഴിക്കും. പഴയതുപോലെ ഇനി അവൾക്ക് ലിമിറ്റ് വെച്ച് കഴിക്കേണ്ട ആവശ്യമില്ല, ഇഷ്ടം പോലെ ഇഷ്ടത്തിന് അവൾക്ക് കഴിക്കാം. അവൾക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാണ്. പക്ഷേ ലൂഫി ആൻഡ് ടീം അവരവിടുന്ന് വിട്ടുപോകുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. ആദ്യ ഐസ്, ഇപ്പൊ ലൂഫി, അവരെല്ലാവരും അവളെ വിട്ടു പോവാണ്. അവൾ ആ കാര്യം ലൂഫിയോട് പറയും. ലൂഫി ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. നീ എനിക്ക് വേണ്ടി കരുതി വെച്ച ആ പ്രീഷ്യസ് ആയിട്ടുള്ള റൈസ്, അതിന്റെ വാല്യൂ അതൊരിക്കലും ഞാൻ മറക്കില്ല. ലൂഫി ആണെങ്കിൽ അവളോട് യാത്ര പറഞ്ഞ് അങ്ങനെ കടന്നു പോവാണ്. അവളാണെങ്കിൽ കലങ്ങിയ കണ്ണുകളോട് കൂടെ വിളിച്ചു പറയും, എനിക്ക് നിന്നെ കാണുമ്പോൾ എയ്സിനെയാണ് ഓർമ്മ വരുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വളരെ സ്ട്രോങ് ആയി നിന്റെ ടീമിൽ ഒരു മെമ്പറായി മാറുമെന്ന് പറയും. അതിൽ ലൂഫി ആണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ അവൾക്ക് ടാറ്റ കൊടുത്ത് അങ്ങനെ കടന്നു പോവാണ്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ഇന്നാണ് നമ്മുടെ ആൾക്കാരെല്ലാവരോടും യാത്ര പറഞ്ഞ് ആ വാനോ കിൻഡത്തിൽ നിന്ന് വിട പറയുന്നത്. ചോപ്പർ ആണെങ്കിൽ ലോയുടെ കരടിക്കൂട്ടിന് ഒരു ഗിഫ്റ്റ് കൊടുക്കും. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് അത് വാങ്ങിക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ കപ്പലിൽ കയറി കഴിഞ്ഞു. നാമിയും ബ്രൂക്കും ഇപ്പൊ ലൂഫിയോട് പറയും, നമ്മൾ മൊമന്റോസ്കിയോടും കിന്നിനോടും അവരോട് രണ്ടുപേരോടും യാത്ര പറഞ്ഞിട്ടില്ല, അവരിപ്പോ ഒരുപാട് ദുഃഖിക്കുന്നുണ്ടാവും പറയും. അതിന് ലൂഫി ആണെങ്കിൽ ഹായ് ആയിട്ട് പറയും, നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് തീർച്ചയായിട്ടും അവർ ഇവിടേക്ക് വരും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.